അമേരിക്കയിലെ ഇന്ത്യൻ ഐടി പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് H-1B വിസ സംവിധാനം നിർത്തലാക്കാനുള്ള നിയമനീക്കങ്ങൾ ശക്തമാവുകയാണ്. ഫ്ലോറിഡയിൽ നിന്നുള്ള ജനപ്രതിനിധി ഗ്രേഗ് സ്റ്റ്യൂബി അവതരിപ്പിച്ച എക്സൈൽ ആക്ട് ആണ് ഈ നിരയിലെ ഏറ്റവും പുതിയതും കർശനവുമായി വരും. 2027 സാമ്പത്തിക വർഷത്തോടെ H-1B വിസകളുടെ എണ്ണം 0 കുറയ്ക്കാനാണ് ഈ നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനും കോർപ്പറേറ്റുകൾ വിദേശ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് തടയാനും ഇത്തരം കർശന നടപടികൾ അത്യാവശ്യമാണെന്നാണ് ബില്ല് അവതരിപ്പിച്ചവർ വാദിക്കുന്നത്. ഇതിനു പുറമെ പോസ്റ്റ് ആക്ട്, വിസ റീഫോം ആക്ട് തുടങ്ങിയവയും കുടിയേറ്റ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. അമേരിക്കയുടെ താൽക്കാലിക വർക്ക് വിസയായ H-1B വിസ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ബില്ലുകളുടെ പട്ടികയിലെ അവസാനത്തേത് ആയിരിക്കുകയാണ് എക്സൈൽ ആക്ട്. ഫ്ലോറിഡയിലെ 17th ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ജനപ്രതിനിധി സഭാംഗമായ ഗ്രേഗ് സ്റ്റ്യൂബി മുന്നോട്ട് വെച്ച എക്സൈൽ ആക്ട് അമേരിക്കയുടെ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഭേദഗതി ചെയ്ത് വിസ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി H-1B വിസ അവസാനിപ്പിക്കാനുള്ള ബില്ലുകളുമായി അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ രംഗത്തുണ്ട്. ഈ ബില്ലുകളിൽ പലതും അവതരണത്തിന്റെ ഘട്ടത്തിലാണ്. ഇതിലെ ഏറ്റവും ഒടുവിലത്തെ ഇതാണ് മുന്നോട്ട് വെച്ച എക്സൈൽ ആക്ട്. എക്സൈൽ ആക്ട് എന്നുള്ളത് എൻഡിങ് എക്സ്പ്ലോയിറ്റേറ്റീവ് ഇമ്പോർട്ടർ ലേബർ എക്സംഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ്.